എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന് വെളിയിലും ഒക്കെ ധാരാളം ബസ് സർവീസുകൾ, അത് ടൂറിസ്റ്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ വിജയകരമായി നടത്താൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഗോവയിലും ഒക്കെ ആയിരക്കണക്കിന് ബസ്സുള്ള കമ്പനികളുണ്ട്. അവർക്കത് ലാഭകരമായി നടത്താനും പറ്റുന്നുണ്ട്. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരളത്തിലും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളും കുറേയൊക്കെ ഒറ്റ ബസ് കമ്പനികളും ഒക്കെ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നൂലാമാലകൾ ഭയങ്കരമാണ്. ടാക്സ്, ഇൻഷുറൻസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ബാക്കിയെല്ലാം ഭയങ്കരമാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഓടുന്ന KSRTC എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു, ഇതെങ്ങനെ ലാഭമാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ അറിവായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഏതാണ്ട് 2010 കാലഘട്ടങ്ങളിൽ KSRTCയുടെ പപ്പനംകോട് സെൻട്രൽ ഡിപ്പോ, ആ ഡിപ്പോയിൽ, ആ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞ ഒരു സംഭവം പറയാം. ആ 2010 കാലഘട്ടങ്ങളിൽ ലൈലാൻഡിൻ്റെ വണ്ടികളും പിന്നെ ടാറ്റയുടെ വണ്ടികളും മാത്രമേ ഉള്ളൂ. ടാറ്റയ്ക്ക് സാധാരണ 1210Dയും അല്ലെങ്കിൽ SEയും, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കുമിൻസും, അങ്ങനെയൊക്കെ ടാറ്റയ്ക്ക് വിവിധ തരം എഞ്ചിനുകളും, ഈ ലൈലൻഡിന് ചീറ്റ, പിന്നെ കോമറ്റ്, പിന്നെ ഹിനോ എന്നൊക്കെ പറഞ്ഞ എഞ്ചിനുകളും, പ്രധാനമായിട്ടും അന്ന് കോമറ്റും ചീറ്റയൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ലൈലാൻഡിൻ്റെ വണ്ടികളൊക്കെ മിക്കതും ഹിനോ എന്ന് പറയുന്ന പുതിയൊരു ഇഞ്ചൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ടാറ്റയും ലൈലൻഡും മാത്രം വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മെയിൻ ഡിപ്പോയിൽ, ഈ പാപ്പനംകോട് മെയിൻ ഡിപ്പോയിൽ 4000 റേഡിയേറ്റർ ഓർഡർ ചെയ്ത് ഇറക്കി വെച്ചിരിക്കുക. 4000 റേഡിയേറ്റർ. ഈ വണ്ടിയുടെ ഫ്രണ്ട് വശത്ത് ഈ എൻജിൻ തണുപ്പിക്കാനായിട്ട് ആദ്യകാലങ്ങളിൽ വെള്ളം, ഇപ്പോൾ കൂളൻ്റ് കയറി ഇറങ്ങി പോരുന്ന ഒരു സംവിധാനമാണ്, ഗ്രില്ല് പോലെ കാണുന്നൊരു സംവിധാനം ഈ റേഡിയേറ്റർ. ഞാൻ ആ വണ്ടിയുള്ളവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, പ്രത്യേകിച്ച് ഒരു പുതിയ വാഹനം മേടിച്ചാൽ, നിങ്ങളത് മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോഴല്ല, അല്ലാതെ മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലെങ്ങാണ്ട് ഒരു ജീപ്പിൻ്റെ റേഡിയേറ്റർ എങ്ങാണ്ട് ഒന്നഴിച്ച് ക്ലീൻ ചെയ്ത് വിളക്കിയ ചരിത്രമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഒരു വാഹനമുള്ള ഒരാളും ഒരു പുതിയ വണ്ടി മേടിക്കുകയാണെങ്കിൽ അത് സാധാരണഗതി കൂളൻ്റൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഈ റേഡിയേറ്റർ മാറേണ്ടി വരികയില്ല. KSRTCക്ക് ഓടുന്ന ബസ് എല്ലാ കാലങ്ങളിലും 5000 മുതൽ 6000 വരെ ബസ്സുകളാണ് ഓടുന്നത്. 5000 മുതൽ 6000 വരെ ബസ്സുകൾ ഓടുമ്പോൾ ഇതിനകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 50 റേഡിയേറ്റർ അങ്ങ് പോയെന്ന് വെച്ചോ. കാരണം റേഡിയേറ്റർ അങ്ങനെ പോകുന്ന ഒരു സാധനമേ അല്ല. 50 റേഡിയേറ്റർ പോലും പോകാൻ സാധ്യതയില്ല. ഇനി മുടിയാനായിട്ട് 100 എണ്ണം അങ്ങ് പോയെന്ന് വെച്ചു. എന്നാലും ഈ 4000 എണ്ണം എന്നത്തിനാണ് മേടിച്ച് വെച്ചേക്കുന്നത്? ഈ 4000 എണ്ണം അവിടുത്തെ ജോലിക്കാരൻ പറഞ്ഞ ഇതുകൊണ്ടോ വട്ടി വെച്ചിരിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചാൽ 4000 എണ്ണം ഇത് ബൾക്കായിട്ട് ഓർഡർ കൊടുത്ത് ഒടുങ്ങാനായിട്ട് മേടിച്ച് കൂട്ടുന്നതാണ് ഇത്. എന്നിട്ടോ ഇത് 10-100 എണ്ണം മാക്സിമം ഉപയോഗിക്കുള്ളൂ. എന്നിട്ട് എന്നാ കാണിക്കും? ഈ സാങ്കേതിക വിദ്യ, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കമ്പനിക്കാരൻ റേഡിയേറ്ററിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഇതിനകത്ത് ഒഴിക്കുന്ന സംവിധാനങ്ങൾ, ആദ്യമൊക്കെ വെള്ളമായിരുന്നു, പിന്നെ കൂളൻ്റായി, പിന്നെ അത് അതിനനുസരിച്ച് ഇതിൻ്റെ ടെക്നോളജി മാറുമ്പോൾ പഴയതെല്ലാം ആക്രി. ഈ സാധനം എന്നാ കാണിക്കും? അവസാനം ഇത് ഉപയോഗയോഗ്യമല്ലാതെ വരുമ്പോൾ ഇത് ആക്രി വിലയ്ക്ക് വെളിയിലോട്ട് കൊടുക്കും. ആക്രി വിലയ്ക്ക് വെളിയിലോട്ട് കൊടുക്കാനും, അതായത് ഇത് ടെൻഡർ വിളിക്കുമ്പോൾ തന്നെ കള്ളന്മാരുടെ ഒരു നിര തന്നെ നിൽക്കുക, ഇത് വിവിധ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടു കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഇത് നോക്കി നിൽക്കുമ്പോൾ ഇത് ആക്രി ആയി കഴിയുമ്പോൾ ഇത് മേടിക്കാനായിട്ട് വേറൊരു സെറ്റ് കള്ളന്മാർ. അതായത് ആക്രി മേടിക്കാൻ അകത്തും പുറത്തും ഒരു സംഘം കള്ളന്മാർ. അങ്ങനെ ഒരിക്കലും മാറണ്ടാത്ത റേഡിയേറ്റർ പോലും ഈ കണക്കിനാണ് വാങ്ങിച്ചു കൂട്ടുന്നതെങ്കിൽ ഇവർക്ക് കൂടുതലായി വേണ്ട സാധനങ്ങളൊക്കെ, ബ്രേക്ക് പാഡ്, വീൽ നട്ട്, ബോൾട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തേരം മേടിച്ച് കൂട്ടും? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പ്ലേറ്റൊക്കെ, ഇപ്പോൾ ഒരു ബസ്സിൻ്റെ വീൽ നട്ട് ബോൾട്ടിന് എന്ന് പറഞ്ഞാൽ ആ വീല് കിടന്ന് പിടിച്ച് നിൽക്കുന്ന ആ നട്ട് ബോൾട്ടിന് ഒരെണ്ണത്തിന് 170 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ആക്രി ആയിക്കഴിഞ്ഞാലോ 200 ഗ്രാമേ ഉള്ളൂ, കൂടി വന്നാൽ 20 രൂപ കിട്ടും. അതായത് KSRTCക്ക് അകത്തും പുറത്തും അതിശക്തരായ ഈ കള്ളന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. അകത്തുനിന്ന് ആക്രി ആക്കി കൊടുക്കാനും പുറത്തിത് ആക്രിയായിട്ട് മേടിക്കാനും. പുറത്തിത് ആക്രിയായിട്ട് മേടിച്ചാൽ തന്നെ ഇത് നല്ല വിലയ്ക്ക് ഇത് മാർക്കറ്റിൽ പൊക്കോളും.
കാരണം പുത്തൻ സാധനം കമ്പനിയിൽ നിന്ന് വന്നത് ആരും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാധനം ആക്രിയാന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വെളിയിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രാദേശിക വർക്ക്ഷോപ്പുകളിൽ കാണിക്കുന്ന കൊള്ളരുതായിക്ക് ഒരു പരിധിയില്ലെന്നാണ് പറയുന്നത്. പലരും പറയുന്നത്, പല മെക്കാനിക്കുകളും പറയുന്നത്, ഒരു പ്ലേറ്റ് ഒടിഞ്ഞാൽ അത് മാത്രമൊന്നും അല്ല മാറുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്ലേറ്റ് ഒടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, അല്ലെ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് KSRTCയിൽ എത്രത്തോളം പ്ലേറ്റ് ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കണക്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ തുകയുടെ കാണും. ഇനി അടുത്ത ഒരു കണക്ക് നമ്മളൊന്ന് മനസ്സിലാക്കിക്കേ. ഈ KURTC എന്നും പറഞ്ഞൊരു വണ്ടിയുണ്ട്, QRTC. ഈ QRTC എന്ന് പറയുന്നത് കൂടുതലും വോൾവോകളാണ്. ഈ വോൾവോ ബസ് നമ്മുടെ റോഡിൽ ഓടുന്ന ഇവിടുത്തെ സ്വകാര്യ ടൂറിസ്റ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ അറേഞ്ച്ഡ് സർവീസ് കമ്പനികളുടെ ഈ ബാംഗ്ലൂർ, മദ്രാസ്, മംഗലാപുരം ഒക്കെ പോകുന്ന ബസ്സുകൾ നോക്കിയാൽ സ്കാനിയയും കൂടുതലും വോൾവോയാണ് പോകുന്നത്. ഒറ്റയൊരെണ്ണം പുക തള്ളുന്നില്ല, ഒറ്റ ഒരു ബസ് കരിക്കട്ട തള്ളുന്നില്ല. പക്ഷേ KSRTCയുടെ ഈ വോൾവോ ബസ്സുകളെല്ലാം അതിഭയങ്കരമായിട്ട് പുക തള്ളും. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഞാനൊരു മെക്കാനിക്കിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ KSRTC തന്നെയുള്ളൊരു മെക്കാനിക്ക് പറഞ്ഞത്, ഈ വണ്ടിയുടെ മാറുന്ന ഓയിൽ, കരി ഓയിൽ, ഈ കരി ഓയിൽ എന്ന് നമ്മൾ പറയുന്നത് കാരണം കരിക്കട്ട പോലെയാണ് കിടക്കുന്നത്. ഈ ഓയിൽ ഇതിനകത്ത് ഒരു കെമിക്കൽ ചേർത്തിട്ട്, അതായത് സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ കയറ്റിയിട്ട് അതിനെ ചൂടാക്കി സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കരിയുടെ അംശം, കാർബണിൻ്റെ അംശം അടിയിലോട്ട് അടിയും. ഇത് അടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കിടക്കുന്ന വീണ്ടും പഴയ പോലെ തന്നെ സ്വർണ്ണ നിറമുള്ള ഓയിൽ കിട്ടും. ഈ കാർബൺ കണ്ടൻറ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും സ്വർണ്ണ നിറമുള്ള ഓയിലായി മാറും. നമ്മുടെ കേരളത്തിൽ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓയിലുകൾ അതിവിടുന്ന് അവസാനം വറുത്ത് ഇത് കരി പോലെ ആയിക്കഴിഞ്ഞാൽ ഇതിവിടുന്ന് കയറ്റിക്കൊണ്ട് പോയി മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാർബൺ കണ്ടൻറ്റുകൾ താഴോട്ട് അടിച്ചാൽ വീണ്ടും ഇത് എണ്ണയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ കരി ഓയിലുകളെയും ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ ഇതിനകത്ത് നീ കാർബണിൻ്റെ കണ്ടൻറ്റ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ലൂബ്രിക്കൻസ് ഒന്നുമില്ല. അത് ഈ ടെൻഡർ വിളിക്കുമ്പോൾ എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. ഒന്നാമത് ഒരു മാന്യമായ ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനം ടെൻഡർ വിളിച്ചാൽ, ഈ സർക്കാരിൻ്റെ ഏത് ടെൻഡറും ഏറ്റവും കുറഞ്ഞ തുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PWDക്ക് സെൻട്രൽ PWD ഉണ്ട്. ഈ സെൻട്രൽ PWD കരാർ വിളിക്കുമ്പം, ഏത് വർക്കിനും കരാർ വിളിക്കുമ്പം അവരുടെ ഒരു ബേസ് റേറ്റ് ഉണ്ട്. ആ ബേസ് റേറ്റിന് താഴെ അവർ കരാർ അനുവദിക്കില്ല. എന്നാൽ PWDയുടെ വർക്കുകളോ അല്ലെ പഞ്ചായത്തിൻ്റെ വർക്കുകളോ ബ്ലോക്കിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഒക്കെ വർക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എത്ര റേറ്റ് താഴെയാണെങ്കിലും കൊടുക്കും. ഇതെങ്ങനെ ചെയ്യുമെന്നോ എങ്ങനെ ഇത് ചെയ്യാമെന്നോ ഒന്നും ഒരു മാനദണ്ഡം അവർക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ കരാർ വിളിക്കുമ്പം ഈ കരിയൂർ പോലത്തെ സാധനമാണ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അതിപ്പം വിളിക്കുന്നവനും എഗ്രിമെൻറ്റ് വെക്കുന്നവനും നോക്കുന്നവനും നടത്തുന്നവനും ഒന്നും യാതൊരു വിഷയമില്ലെങ്കിൽ ഇത് മുഴുവൻ മേടിച്ച് വെച്ചിട്ട് അവസാനം വീണ്ടും വോൾവോയിലോട്ട് ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഐലാൻഡിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ, അത് ടൂറിസ്റ്റ് ആണെങ്കിലും റൂട്ട് ബസ് ആണെങ്കിലും എന്താണെങ്കിലും, നല്ല 1ാം ക്ലാസ് ഓയിൽ ഒഴിച്ച് ഓടുമ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പുതിയ സിന്തറ്റിക് ഓയിലൊക്കെ അങ്ങ് ഒഴിക്കുമ്പോൾ 10-30,000 കിലോമീറ്റർ റേഞ്ച് നല്ല സ്മൂത്തായിട്ട് പോകുമ്പോൾ ഈ കരിയോയിൽ ഓയിലാക്കിയത് അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആവാം. നല്ലൊരു ശതമാനം KSRTC ബസ്സുകളും ഈ അതിഭയങ്കരമായി പുക തുപ്പുന്നതിൻ്റെ ഒരു കാരണം ഈ ഓയിലിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പം, അതുപോലെ പ്ലേറ്റ് ഒടിച്ചിലുകൾ, ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളാണ് ഈ KSRTC ഇത്രയും വലിയ നഷ്ടത്തിലാക്കുന്നത്. ഈ KSRTCയുടെ മന്ത്രിയായിട്ടിരിക്കാൻ വേണ്ടി ബസ് ഓടിക്കാൻ അറിയണമെന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ നേവിയുടെ തലപ്പത്തിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈനിക മന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ യുദ്ധവിമാനം പറപ്പിക്കാൻ അറിയാതിരിക്കണമല്ലോ, അല്ലെങ്കിൽ കപ്പൽ ഓടിക്കാൻ അറിയാതിരിക്കണമല്ലോ. അതൊന്നുമില്ല. ഈ തലപ്പത്തിരിക്കാൻ തലയ്ക്കകത്ത് വിവരം ഉണ്ടായാൽ മതി. വണ്ടി ഓടിക്കാൻ അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ വണ്ടി ഓടിക്കുന്നതല്ല ഇതിൻ്റെ ഒരു മാനദണ്ഡം. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പം ഇതിപ്പോൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ കുടുംബപരമായിട്ട് ബസ് ഉണ്ടായിരുന്ന വലിയ കമ്പനികൾ എന്തേരം ഉണ്ട്, എല്ലാം നിന്നുപോയില്ലേ? ശരിക്കും നമ്മുടെ കേരളത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ഈ നിലവിലുള്ള ടാക്സ് എല്ലാം കൂടെ കൊടുത്ത് കൃത്യമായിട്ട് ഇത് ഒരു പരിപാടി നടത്താൻ പറ്റിയല്ല. KSRTC ലാഭമാക്കാൻ പറ്റുന്നതിൻ്റെ കാരണം KSRTC ലോൺ എടുത്ത് വണ്ടി അധികം മേടിക്കുന്നില്ലെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇത്രയും പലിശയില്ല വെളിയിൽ നിന്ന് മേടിക്കുന്ന അത്രയും. രണ്ടാമത്തെ കാര്യം, ടാക്സ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ക്യാമറ വേണ്ട, പുകയുടെ ടെസ്റ്റിംഗ് ഇല്ല, ബാക്കി ഒന്നുമില്ല, തലങ്ങും ഓടാം, കിലോമീറ്റർ പരിധിയില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് നഷ്ടം വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാധാരണ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ടെന്നാണ് നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ മേഖലയിൽ അതിഭയങ്കരമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കള്ളക്കളികളുണ്ട്
എന്ന് അനുഭവസ്ഥർ പറയുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ആണ് KSRTCയുടെ ഈ നഷ്ടം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.